വളരെ ദൗർഭാഗ്യകരമായ വേദനാജനകമായ സംഭവമാണ് ഇന്ന് വെളുപ്പിനെ ഉണ്ടായത്. ഈ തമിഴ്നാട്ടിൽ പോയി മുട്ട കൊണ്ടിരുന്ന ഒരു ജോലിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് രാത്രി തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം വന്നത്. അവിടെയാണ് ഈ അരൂരിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. ഗ്രേഡർ താഴെ വീണിട്ടാണ് ഈ മരണം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മരണത്തിന് ഉത്തരവാദികൾ ഈ കമ്പനിയാണ്, ഗവൺമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ ബാധ്യതയും ഗവൺമെൻറ്റിന് ഉണ്ട്. ഇപ്പോൾ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ കളക്ടറോട് ഞാൻ സംസാരിച്ചത്, ഇപ്പോൾ അടിയന്തരമായി ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി 2 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ഫണ്ടുണ്ട്, ദുരിതാശ്വാസ നിധിയിൽ 4 ലക്ഷം രൂപയും കൊടുക്കാവുന്നതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമാകുന്നില്ല. ഈ കമ്പനിക്കാരുമായിട്ട് ഇപ്പം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായ നല്ല ഈ കുടുംബത്തിന് ഇപ്പം അച്ഛനും അമ്മയ്ക്കും സുഖമില്ല, ഒരു കുട്ടിക്ക് ഡയബറ്റിക്കാണ്, ഒരു ആൺകുട്ടിയാണ് ഉള്ളത്. ആ ആൺകുട്ടിക്ക് ജോലി സർക്കാർ നൽകണം. അതോടൊപ്പം തന്നെ ഇവർക്ക് ജീവിക്കാൻ ആവശ്യമായ, കാരണം ഇതിൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അയാൾ നേരത്തെ മരിച്ചതാണ്. അത് ഞാനിവിടെ വന്നതാണ്, അയാളും മരിച്ചതാണ്, അപകടത്തിൽ മരിച്ചതാണ്. അപ്പോൾ ഈ കുടുംബത്തിൽ അദ്ദേഹത്തിനൊരു മകളുണ്ട്, അതാണെങ്കിൽ മാനസികമായ പ്രയാസമുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അപ്പം ഇവരുടെ കുടുംബത്തിന് ശാശ്വതമായ ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഈ കമ്പനി നല്ല കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറാവണം. അത് ഉള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രസാദ് എന്ന് പറയുന്ന ഇവിടുത്തെ എന്നോട് പോയിട്ടുള്ള അവരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കുട്ടിക്ക് ജോലി കൊടുക്കുകയും മതിയായ കോമ്പൻസേഷൻ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കളക്ടറോട് ഞാൻ ഇപ്പോഴും സംസാരിച്ചു. കളക്ടറും ഇപ്പോൾ ചേർത്തല DYSPയും തഹസിൽദാരും അതോടൊപ്പം തന്നെ കമ്പനിയുടെ പ്രതിനിധികളും ഈ ബന്ധുക്കളുമായിട്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ മുഹമ്മദ് റിയാസ് മിനിസ്റ്ററുമായിട്ട് സംസാരിക്കും. കാരണം ഈ ഗവൺമെൻറ് ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഗവൺമെൻറ്റിൻ്റെ കൂടെ ബന്ധപ്പെട്ടാണല്ലോ ഹൈവേ. അപ്പം ഹൈവേയിൽ ഈ പണി നടന്നുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ നിരപരാധിയായ ഒരാൾ, വണ്ടി ഓടിച്ചു പോയ ഒരാളാണ് മരിച്ചത്. ഒരു 5-10 മിനിറ്റ് കൂടെ താമസിച്ചായിരുന്നെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് സൂപ്പർ ഫാസ്റ്റിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും എന്തെല്ലാം അപകടം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മുഹമ്മദ് റിയാസുമായിട്ട് സംസാരിക്കും. ഈ കുടുംബത്തിൽപ്പെട്ട സെക്കൻഡ് ഇയർ BA പഠിക്കുന്ന കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ ജിഷ്ണു ഉണ്ട്. ആ കുട്ടിക്ക് ജോലി കൊടുക്കണം. അതിലൂടെ മാത്രമേ ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലതവണ നേരത്തെ ബീച്ചിലാണെങ്കിലും ഇപ്പം ഇവിടെയാണെങ്കിലും ഇതിനിടയ്ക്ക് മുൻപും തുറവൂർ വീണിട്ടുണ്ട്. അങ്ങനെ പലതവണ ഇത് വീഴുന്ന ഒരു പ്രശ്നമാണ്, നിരന്തരം പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യമാണ്. ഹൈവേയുടെ പണിക്ക് യാതൊരു ജാഗ്രതയും കാണിക്കുന്നില്ല, സുരക്ഷാ സംവിധാനങ്ങളില്ല, ബോർഡുകൾ വെക്കാറില്ല. പണി നടക്കുകയാണെങ്കിൽ അവിടെയുള്ള വാഹനങ്ങൾ തൽക്കാലം അവർ നിർത്തിവെക്കണ്ടേ? ഗ്രേഡർ ഇടുന്ന സമയത്ത് വാഹനങ്ങൾ നിർത്തി ഗ്രേഡർ ഇടുകയല്ലേ വേണ്ടത്? ഇതൊന്നും ചെയ്യാതെ ഒരു തരത്തിലുമുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെ ഇത് ചെയ്തതിൻ്റെ ഫലമാണിതുണ്ടായത്. മുൻപ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ കോടന്തുരുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ചു. അദ്ദേഹം പറയുന്നത് നിരന്തരമായി ഇവിടെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നോക്കാനും കാണാനും ആളില്ല. ഇത് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഉള്ള ഈ പ്രവർത്തനം അവർ നിർത്തിവെക്കണം. നിർത്തിവെച്ചിട്ട് അതിന് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. സൈൻ ബോർഡുകൾ വെക്കണം. ആളുകളുടെ ഇങ്ങനെ രാത്രിയിൽ ഗ്രേഡർ കയറ്റുന്ന സന്ദർഭത്തിൽ പോലീസുകാരെ നിർത്തി വാഹനങ്ങൾ നിയന്ത്രിക്കണം. ഇതൊക്കെയല്ലേ ഗവൺമെൻറ് ചെയ്യേണ്ടത്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. ഏതായാലും ഈ കുടുംബത്തിൻ്റെ വേദനയും ഞാനും പങ്കുചേരുന്നു. ഇതെൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അയാൾക്ക് ഇതുപോലെ അപകടത്തിൽപ്പെട്ട് മരിച്ചതാണ്. അപ്പോൾ ഈ കുടുംബത്തിൽ ഇപ്പം വളരെ ശോചനീയമായൊരവസ്ഥയാണ്. അവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കണം.